Hello friends, welcome to English online classes. Yes, we have completed the poem The Ballad of Father Gilligan. Now let us see the textual questions, that is the scaffolding questions, which is for a ready reference. നമുക്ക് പെട്ടെന്ന് ഒരു സംശയം വന്നാൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അത് വിടുന്നത്. Okay, let us see the questions first. First one is, why was Father Gilligan weary night and day? What does it mean? എന്താ അതിൻ്റെ അർത്ഥം എന്താ? എന്തുകൊണ്ടാണ് ഫാദർ ഗില്ലിഗൺ രാത്രിയും പകലും അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണിതനായത് അല്ലെങ്കിൽ ക്ഷീണം തോന്നിയത് എന്ന അർത്ഥം അറിയാലോ. നൈറ്റ് ആൻഡ് ഡേ ഇടിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. വാട്ട്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ വേർഡ് ഫ്ലോക്ക്? എന്താണ് ഫ്ലോക്ക് എന്ന് പറയുന്ന വാക്കിന്റെ പ്രത്യേകത എന്താണ്? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? Why were his flock either in bed or lying under green sods? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പാരീഷണേഴ്സ് ഇടവകയിലെ ആളുകൾ ഒന്നുകിൽ ബെഡിലായിരുന്നു അല്ലെങ്കിൽ ഗ്രീൻ സോഡിന്റെ താഴെ കിടക്കുകയായിരുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? Why did another man send for Father Gilligan? എന്തിനാണ് വേറൊരാള് അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞയച്ചത്? Why is the man referred to as poor? അയാളെ പറ്റിയിട്ട് poor എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണ്? Why did Father Gilligan seek forgiveness from God? എന്തുകൊണ്ടാണ് ഫാദർ ഗില്ലിഗൻ ദൈവത്തോട് മാപ്പ് ചോദിച്ചത്? What justification does he give to God for his errant words? അദ്ദേഹത്തിന്റെ അറിയാതെ വന്നു പോയ വാക്കുകൾക്ക്, അത് ധിക്കാരപരമായ വാക്കുകൾക്ക് എന്ത് ന്യായീകരണമാണ് അദ്ദേഹം പറയുന്നത്? എന്തിനാണ് അത് ഒരു കാര്യം പറഞ്ഞിട്ട് അറിയാതെ പറഞ്ഞു പോയി, അതിനാണ് അദ്ദേഹം ഫർഗീവ്നെസ് ചോദിക്കുന്നത്. പക്ഷെ അത് പിന്നെ അദ്ദേഹം ന്യായീകരിക്കേണ്ടത് അതെങ്ങനെയാണ്? Why is the time called മോത്തവർ? എന്തുകൊണ്ടാണ് മോത്തവർ എന്ന സമയത്ത് വിളിക്കാൻ കാരണം? What is meant by upon the time of sparrow chirp? എന്താണ് upon the time of sparrow chirp കൊണ്ട് ഉദ്ദേശിക്കുന്നത്? What does the line and road with little care indicate? road with little care എന്ന വരി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് സൂചിപ്പിക്കുന്നത്? Why is the sick man's wife surprised to see Father Gilligan? എന്തുകൊണ്ടാണ് അച്ഛനെ കണ്ടപ്പോൾ ആ സിക്മാന്റെ ഭാര്യക്ക് അത്ഭുതം തോന്നിയത്? Why was the priest overcome with grief at the words of the widow? ആ വിധവയുടെ വാക്ക് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം ഉണ്ടായത്? He knelt him at that word. Why? എന്തുകൊണ്ട് അദ്ദേഹം മുട്ടുത്തി പ്രാർത്ഥിച്ചത് അത് കേട്ടപ്പോൾ? How did God save Father Gilligan from damnation? എങ്ങനെയാണ് ഫാദർ ഗില്ലിഗനെ ഡാമിനേഷന് ദൈവം രക്ഷിച്ചത്? ഡാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നരകത്ത് പോകുന്ന അവസ്ഥയെ നമുക്കറിയാം. He who hath made the night of stars for souls who tear and bleed. What do these lines mean? എന്താണ് ഈ വരിന്റെ അർത്ഥം? What do you understand about the character of Father Gilligan from his words? Had pity on the least of things എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നിന്ന് എന്താണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാകുന്നത്? ക്ലിയർ ആണ് മക്കളെ? എല്ലാവരും എഴുതിയിട്ടും ചെയ്തിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒറ്റയടിക്കൊന്ന് കിട്ടാൻ വേണ്ടി നമ്മളത് വീണ്ടും ഇതേപോലെ അത് മാത്രം എടുത്ത് ചെയ്യുന്നത്. റൈറ്റ്, ഒന്ന് നോക്കുക, ഉത്തരങ്ങളൊക്കെ റെഡി അല്ലേ എന്നുള്ളത്. ഫസ്റ്റ് വൺ, why was Father Gilligan weary night and day? The answer is, he was performing his priestly obligations day and night during an epidemic in the Irish countryside. ഒരു പകർച്ചവ്യാധിയുള്ള സമയത്ത് അയർലൻഡിലെ ഒരു ഗ്രാമത്തിൽ അദ്ദേഹത്തിന്റെ പുരോഹിതൻ അല്ലെങ്കിൽ അച്ഛൻ എന്ന നിലക്കുള്ള അദ്ദേഹത്തിന്റെ ബാധ്യതകൾ, കടമകൾ അദ്ദേഹം എപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 24 മണിക്കൂറും. റൈറ്റ്, he had not only give last communion to the poor folks who were dying in large numbers but also conduct funeral services for them. രണ്ട് തരത്തിലുള്ള ബാധ്യത അദ്ദേഹത്തിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഒന്ന്, മരിക്കാൻ പോകുന്നവർക്ക് ലാസ്റ്റ് കമ്മ്യൂണിയൻ നൽകണം, മരിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ഫ്യൂണറൽ സർവീസ് നൽകണം. അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ക്ഷീണം ഉണ്ടായത് എന്നാണ് അതിന്റെ ഉത്തരം. റെഡി അല്ലേ? നെക്സ്റ്റ് വൺ, എന്താ ഫ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാരീഷണേഴ്സ് ഓഫ് ഫാദർ ഗില്ലിഗൻ. പാരീഷൻ എന്ന് പറഞ്ഞാൽ പാരീഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇടവകയാണ്, അവിടെയുള്ള ആളുകളെയാണ് പാരീഷണർ എന്ന് പറയാം. Next question, why were his flock either in bed or lying under green sod? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? They were either affected by the epidemic
ഒന്നുകിൽ അവരെ എന്ത് ബാധിച്ചിരുന്നു, അസുഖം ബാധിച്ചിരുന്നു, or they had already become the victims of the deadly disease, അല്ലെങ്കിൽ അതിനൊരു ഇരയായിരുന്നു, പറഞ്ഞാൽ മരിച്ചിരുന്നു റെഡി അല്ലേ. Why did another man send for Father Gilligan? Why is the man referred to as poor? എന്തിനാണ് ഫാദർ ഗില്ലിഗനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്, പിന്നെ എന്തുകൊണ്ട് അയാളെ പറ്റിയിട്ട് പൂർ എന്ന് മെൻഷൻ ചെയ്തത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം പറഞ്ഞയച്ചത് എന്തിനാണ്. He was sent for the priest to receive the last communion. He was sent for the priest to receive the last communion. ലാസ്റ്റ് കമ്മ്യൂണിയൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, മരിക്കാൻ നേരത്തിലുള്ള ചടങ്ങ് നമുക്കറിയാം, അത് കിട്ടാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞയച്ചത്. Thereby he can go to heaven. ക്രിസ്ത്യൻ ഫെയ്ത്ത് അനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ സ്വർഗത്ത് പോകാൻ പറ്റും. The man is referred to as poor. എന്തുകൊണ്ടാണ് പാവാന്ന് പറയാൻ രണ്ട് കാരണം കൊണ്ടാണ്. Because of poverty, ഒന്നാണ് പാവാണ് സാമ്പത്തികമായിട്ട്, and he deserved sympathy because he was about to die. മരിക്കാൻ പോകുന്ന ആളുകളോട് നമുക്ക് എന്തുണ്ടാവുക, ഒരു വല്ലാത്ത അനുകമ്പ ഉണ്ടാവും, അതുകൊണ്ടാവാം. Fifth question. Why did Father Gilligan seek forgiveness from God? What justification does he give to God for his errant words? ചോദ്യം എന്തിനാ അദ്ദേഹം മാപ്പ് ചോദിച്ചത്, അത് എങ്ങനെയാണ് അദ്ദേഹത്തിന് വന്ന അബദ്ധത്തെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് എന്നാണ് നമുക്കറിയാം. ഇറ്റ് വാസ് ഹിസ് ഗോഡ് ഗിവൻ ഡ്യൂട്ടി ടു ലുക്ക് ആഫ്റ്റർ ദ പാരീഷ്നസ്. ഇവരെ സംരക്ഷിക്കുക എന്നുള്ളത്, ഇടവകയിലെ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് ദൈവം അദ്ദേഹത്തിന് നൽകിയ ഡ്യൂട്ടിയാണ്. നമുക്ക് നൽകിയ ഡ്യൂട്ടി നമ്മൾ എതിർക്കാൻ പാടില്ല. So his desperate outburst was sin and challenge to God. അതുകൊണ്ട് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയ വാക്കുകൾ അത് പാപമാണെന്ന് മാത്രമല്ല, ദൈവത്തിനോട് വെല്ലുവിളി കൂടിയാണ്. He endeavors to rationalize, അദ്ദേഹം ശ്രമിക്കുന്നത്, ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് his errant words by saying that it was his exhausted body, അദ്ദേഹത്തിന്റെ ക്ഷീണിച്ച ശരീരമാണ്, not a spirit complaint of the state of his life. അദ്ദേഹത്തിന്റെ ആത്മാവല്ല, ശരീരമാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു പിന്നെ പരാതി പറഞ്ഞത് എന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മനഃപൂർവ്വം ഡെലിബറേറ്റ് അല്ല, ഓൺ പർപ്പസ് അല്ലാണ്, ഇൻ സെൻസ് ഉള്ളൂ റെഡി അല്ലേ. ഓക്കെ, വൈ ഇസ് ദ ടൈം കോൾഡ് മോത്തവർ? എന്തുകൊണ്ടാണ് മോത്തവർ വിളിക്കാൻ കാരണം? ദ പൂർ ലിറ്ററേറ്റ് വില്ലേജേഴ്സ് നെവർ പൊസസ്ഡ് എ ക്ലോക്ക് ഓർ എ വാച്ച് ആൻഡ് ദേ ഓൾവേസ് ടോൾഡ് ടൈം ബൈ ദ ചേഞ്ചസ് വിച്ച് ടുക്ക് പ്ലേസ് ഫ്രം ടൈം ടു ടൈം ഇൻ നേച്ചർ. അറിയാലോ, അവർക്ക് സമയം അറിയാൻ വാച്ചോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രകൃതിയിലെ മാറ്റം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ സമയം അറിഞ്ഞിരുന്നത്. അവർ ഇലിറ്ററേറ്റ് ആയിരുന്നു, നിരക്ഷരായിരുന്നു. അറിയാലോ, എന്താണ് അപ്പോൺ ദ ടൈം ഓഫ് സ്പാരോ ചേപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. സ്പാരോ ചേപ്പ് എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് ആണ്, അതിരാവിലെ എന്നാണ്, ഡോൺ ആണ്, നമുക്കറിയാം. വാട്ട് ഡസ് എ ലൈൻ ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ ഇൻഡിക്കേറ്റ്? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം, ആ വരിന്റെ അർത്ഥം? അതായത് ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ എന്നതിന്റെ ആശയം എന്താണ്, എന്താ അതുകൊണ്ട് സൂചിപ്പിക്കുന്നു? He feared that one of his parishioners will be damned because of his stringing of his appointed task. അദ്ദേഹം ചെയ്യേണ്ടാത്ത ഒരു കാര്യം, അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട് തൻ്റെ ഒരു ഇടവകയിൽ ഒരാൾ എന്ത് ചെയ്യപ്പെടും, ഡാമിനേഷൻ സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് പേടിച്ചു. So he was too eager to reach the house of the sick man. അവിടെ എത്താൻ വല്ലാത്ത ആകാംക്ഷയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ he rode recklessly to his house without caring his own safety. തന്റെ സുരക്ഷിതത്വം പോലും നോക്കാതെ അദ്ദേഹം വളരെ അശ്രദ്ധയായിട്ട് എന്ത് ചെയ്തു, വണ്ടി പിന്നെ കുതിരയെ ഓടിച്ചു എന്നാണ്. Why is the sick man's wife surprised to see Father Gilligan? എന്തുകൊണ്ടാണ് ഫാദർ ഗില്ലിഗൻ കണ്ടപ്പോ ആ സിക്ക് മാന്റെ ഭാര്യക്ക് അത്ഭുതം തോന്നിയത്? Her husband had received the last communion, last sacrament from the priest and he had passed away happily. തൊട്ട് കുറച്ചു മുമ്പ്, അത് നിങ്ങൾക്ക് അറിയായിരിക്കും, അവരുടെ ഒരു ഫോക്ക് ടെയിലാണ്, അല്ലെങ്കിൽ ഒരു ബാലെടുത്ത് പറഞ്ഞാൽ തന്നെ നാടോടി കഥ പോലുള്ളതാണ്. ഇത്തരം ഒരുപാട് അനുഭവങ്ങളും കഥകളൊക്കെ ഉണ്ടാവും. ചിലർക്ക് വിശ്വസിക്കാൻ പറ്റും, ചിലർക്ക് വിശ്വസിക്കാൻ പറ്റും. എല്ലാ ഭാഗത്തിലും അങ്ങനെയൊക്കെ ഉണ്ട്, നമുക്കത് അറിയാതെ. അപ്പോ ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹം അവിടെ എത്തിയ സമയത്ത് ഇവരങ്ങനെ പറയാനുള്ള കാരണം, ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ലാസ്റ്റ് സാക്രമെന്റ് കിട്ടിയില്ലേ, ലാസ്റ്റ് കമ്മ്യൂണിയൻ കിട്ടുകയും അദ്ദേഹം സന്തോഷത്തോടെ മരിക്കുകയും ചെയ്തതാണ്. പിന്നെ എന്തിനാണ് പ്രീസ്റ്റ് വന്നത് എന്നതിനാണ് അവർക്ക് അത്ഭുതം തോന്നിയത്. Why was the priest overcome with grief at the words of the widow? ആ വിധവ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെ സങ്കടമായത്? നമുക്കറിയാം, ഏത് പറഞ്ഞപ്പോഴത്തെ സങ്കടമായത് നമുക്ക് ആ പദത്തിൽ ഓർമ്മ ഉണ്ടാവും. The priest was so heartbroken for failing in his religious responsibility to provide the last communion to the sick man.
അദ്ദേഹം ആ പാവപ്പെട്ട വ്യക്തി മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അച്ഛൻ കൊടുക്കേണ്ടിയിരുന്ന ഫാദർ കൊടുക്കേണ്ടിയിരുന്ന ലാസ്റ്റ് കമ്മ്യൂണിയൻ കൊടുക്കാത്തതിൽ അങ്ങനത്തെ മതപരമായ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടതിൽ അദ്ദേഹത്തിന് ഭയങ്കരമായ ഷോക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം ഉണ്ടായത്. റെഡിയാണല്ലോ? He knelt him at that word. Why? വിഡോ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം മുട്ടുകുത്തിയത്? ആദ്യം നമുക്കറിയാം റിമോഴ്സ് എന്നത് റെപ്പനൻസിനാണ്, വളരെ പിന്നെ പശ്ചാത്താപം കൊണ്ടാണ് ആദ്യം. ഇപ്പൊ എന്തുകൊണ്ടാ? The widow's words made Father Gilligan realize that God had extended his helping hand to him. ദൈവം അദ്ദേഹത്തെ സഹായിച്ചു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട വാക്കുകൾ കേട്ടപ്പം the priest was humbled at this. റെഡിയാണല്ലോ? How did God save Father Gilligan from damnation? എങ്ങനെയാണ് ഡാമിനേഷൻ രക്ഷിച്ചത്? സ്പേസ് ഇല്ല കേട്ടോ, മാറിപ്പോയതാണ്. ഓക്കെ റൈറ്റ്. എങ്ങനെ രക്ഷിച്ചത്? ഗോഡ് സെൻഡ് വൺ ഓഫ് ഹിസ് മെസ്സഞ്ചർ ഏഞ്ചൽസ് ടു ദി എർത്ത് ടു ഓഫർ ദ ലാസ്റ്റ് കമ്മ്യൂണിയൻ ടു ദ ഡൈയിങ് മാൻ. ഒരു മാലാഖ അയച്ചിട്ട് മരിക്കുന്ന ആ വ്യക്തിക്ക് എന്ത് ചെയ്തു? ലാസ്റ്റ് കമ്മ്യൂണിയൻ കൊടുത്ത് നമുക്കറിയാതെ. He who had made the night of stars for souls who had tire and bleed. What do these lines mean? എന്താണ് ഈ വരി കൊണ്ട് ഉദ്ദേശിച്ചത്? നമുക്കറിയാതെ. ആദ്യത്തെ ഈ ഭാഗം ദൈവത്തിനെയാണ് കാണിക്കുന്നത്, ഈ ഭാഗം മനുഷ്യനാത്മാക്കളെയാണ്. എന്താ അതിന്റെ ആശയം? എന്താ? The poet asserted that God had made night for the troubled humanity. രാത്രി ദൈവം സൃഷ്ടിച്ചത് പ്രയാസപ്പെടുന്ന മനുഷ്യന് വേണ്ടിയിട്ടാണ്. അതിലൊരു കോൺസെപ്റ്റ് തന്നെ അറിയാതെ. നൈറ്റ് ഈസ് ഫോർ റെസ്റ്റ് ആൻഡ് ഡേ ഈസ് ഫോർ വർക്ക് എന്നൊരു കാഴ്ചപ്പാടാണ്. ക്ലിയർ ആണല്ലോ? റെഡിയല്ലേ? What do you understand about the character of Father Gilligan from his words? Had pity on the least of things. Had pity on the least of things എന്നതിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് സ്വഭാവം മനസ്സിലാക്കുക? രണ്ട് കാര്യങ്ങളുള്ളത്. His words speak of his deep religious belief. വളരെ അഗാധമായ അദ്ദേഹത്തിന്റെ മതപരമായ വിശ്വാസം. രണ്ടാമത്തെ ഹിസ് enduring humility. അദ്ദേഹത്തിന്റെ വളഞ്ഞേറ്റ താഴ്മയാണ്. He was very humble and pious. അങ്ങനെയാവാം. ഹംബിൾ ആണ്, ഹ്യൂമിലിറ്റി, പയസാണ്, റിലീജിയസ് ബിലീഫ് കൊണ്ട് ഉദ്ദേശിച്ച ഈ രണ്ടാമത്തെ രീതിയിൽ രണ്ടും കൊണ്ട് രണ്ടാമത്തെ രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ ഡിയേഴ്സ്, റൈറ്റ്. നൗ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് all the questions and answers. Thank you for watching. Please subscribe for the next part if you are interested. Thank you again. Goodbye.